ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മൈ മല്ലു വ്ളോഗർ. അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കുറച്ച് OTT റിലീസ് അപ്ഡേറ്റുകൾ, അതായത് കുറച്ച് OTT റൈറ്റ്സുകൾ മേടിച്ചിട്ടുള്ളതിനെയും കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കില്ല, നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗർ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, സുരാജ് വഞ്ഞാറമൂട്, സുധി രാമചന്ദ്രൻ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ കൊടുത്താകുന്ന ഒരു ചിത്രമായിരുന്നു ഗർ എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലും ഈ ഒരു ആഴ്ചയിൽ റിലീസ് ചെയ്തിട്ടുള്ള ചിത്രം ആയതുകൊണ്ടാണ് ഈ ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം. അപ്പോൾ ഗൈസ്, അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വിരാജി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വരുൺ സന്തീഷ് അതുപോലെ തന്നെ പ്രമോദിനി എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് വിരാജി എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് 22 ആഹാ തെലുങ്കിലൂടെ ചിത്രം തെലുങ്ക് ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആഹാ തെലുങ്കിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. കൽക്കി എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രഭാസ് അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, കമലഹാസൻ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കൽക്കി എന്ന് പറയുന്നത്. പ്രേക്ഷകർ ഒന്നടങ്കം ചോദിച്ചിരുന്നു കൽക്കിയുടെ OTT റിലീസ് എന്നാണെന്നത്. ഇപ്പോൾ ചിത്രം ഒഫീഷ്യലി ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രത്തിൻ്റെ ഹിന്ദി പതിപ്പും ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഹിന്ദി ഭാഷയിലാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിലൂടെയും മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും ചിത്രം ഇപ്പോൾ കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്വകാര്യ സംഭവ ബഹുലം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷെല്ലി അതുപോലെ തന്നെ ജിയോ ബേബി, അനു ആന്റണി, സജിൻ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു സ്വകാര്യ സംഭവ ബഹുലം എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ആഗസ്റ്റ് മാസം 23 നമ്മുടെ മനോരമ മാക്സിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലെവൽ ക്രോസ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി അതുപോലെ തന്നെ ഷറഫുദ്ദീൻ, അമല പോൾ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സർവൈവൽ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമായിരുന്നു ലെവൽ ക്രോസ് എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 23 ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു നിൽക്കുന്നുണ്ട്. എത്രത്തോളം ജെനുവിൻ ഉണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രായൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധനുഷ് കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ കാളിദാസ് ജയറാം, സുദീപ് കിഷൻ, അപർണ ബാലമുരളി, SJ സൂര്യ എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ചുള്ള ഒരു ആക്ഷൻ ത്രില്ലർ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു രായൻ എന്ന് പറയുന്നത്. നമ്മുടെ ധനുഷ് തന്നെ സംവിധാനം ചെയ്ത് ജൂലൈ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 23 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി എന്നീ ഭാഷയിലൂടെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഉണർവുകൾ തുടർക്കഥ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഋഷികേഷ് അതുപോലെ തന്നെ ഷെർലിൻ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ എടുത്താവുന്ന ചിത്രമാണ് ഉണർവുകൾ തുടർക്കഥ എന്ന് പറയുന്നത്. മാർച്ച് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വെച്ച് നേടിയെടുത്തിട്ടുള്ള എങ്ങും പോസിറ്റീവ് റിവ്യൂ നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഉണർവുകൾ തുടർക്കഥ എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 23 ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആഹാ തെലുങ്കിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മൂഞ്ചിയ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അഭയ് വർമ്മ അതുപോലെ തന്നെ സത്യരാജ്, സർവേരിയ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലൊരു ചിത്രമാണ് മൂഞ്ചിയ എന്ന് പറയുന്നത്. ചിത്രം ജൂൺ മാസം തിയേറ്ററിൽ ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കി ഡിസ്നി ഹോട്ട്സ്റ്റാർ ആണ്. പക്ഷേ നമ്മുടെ OTT റിലീസിന് മുമ്പ് ഈ ചിത്രം ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 24 സ്റ്റാർ കോഡിലൂടെ രാത്രി വൈകിട്ട് 8 PM ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അതിനുശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം ഉൾപ്പെടെയുള്ള 15 ഭാഷയിലായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് എത്തുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. 1000 ബേബീസ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ വെബ് സീരീസിന്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നത് നമ്മുടെ ജോയ് മാത്യു അതുപോലെ തന്നെ റഹ്മാൻ, സഞ്ജു ശിവറാം എന്നിവരാണ് ഈ ഒരു ചിത്രത്തിലെ കേന്ദ്രദാതാക്കളായിട്ട് അഭിനയിക്കുന്നുള്ള ഒരു അപ്ഡേറ്റ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും ഞാൻ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മിസ്റ്റർ ബച്ചൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രവി തേജ അതുപോലെ തന്നെ ജഗപതി ബാബു, ഭാഗ്യശ്രീ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ താന്ന ചിത്രമായിരുന്നു മിസ്റ്റർ ബച്ചൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം റൈഡ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ റീമേക്ക് ആയിരുന്നു. ഈ മാസം ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു മാസം ആവില്ല, അതിന് മുമ്പേ തന്നെ സെപ്റ്റംബർ മാസം പകുതിയോടുകൂടിയിട്ട് തന്നെ ഒരു ചിത്രം ഏകദേശം നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം ഒരു 12-ാം തീയതിയോടെയും ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡബിൾ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ റാം പോതിനേനി അതുപോലെ തന്നെ സഞ്ജയ് ദത്ത്, കാവ്യ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ഡബിൾ സ്മാർട്ട് എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്തു. തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സും സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഈ വരുന്ന ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ട് ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രാജേഷ് മാധവ്, ചിത്ര നായർ, സുധീഷ്, ജിനു എബ്രഹാം എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള റൊമാൻറ്റിക് കോമഡി എന്റർടൈൻമെന്റ് വിധത്തിൽ വരുത്താവുന്ന ചിത്രമായിരുന്നു സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്നത്. മെയ് മാസം തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് സൈനാപ്ലൈ ആണെന്നൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. എന്ന് റിലീസ് നോക്കുകയാണെങ്കിൽ മേ ബി ഓണം പ്രീമിയർ ആയിട്ട് സൈനാപ്ലൈയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റും കേൾക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അർജുൻ അശോകൻ, മുഫിൻ അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ, ദേവിക സഞ്ജയ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് നമ്മുടെ നാദിർഷാ സംവിധാനം ചെയ്ത് ഷാഫി കഥയിൽ നാദിർഷാ സംവിധാനം ചെയ്ത് തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് മനോരമാക്സും അതുപോലെ തന്നെ ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി സെപ്റ്റംബർ മാസം പകുതിയോട് കൂടിയിട്ട് ഓണം പ്രീമിയർ ആയിട്ട് ആമസോൺ പ്രൈമിലൂടെയും മനോരമാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വാഴ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സിജു സണ്ണി, ജോമോൻ ജ്യോതിർ അതുപോലെ തന്നെ അസീസ്, നോബി മാർക്കോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു വാഴ എന്ന് പറയുന്ന ഒരു കോമഡി എന്റർടൈൻമെന്റ് വിധത്തിൽ വരുത്താവുന്ന തിയേറ്ററിൽ ഇപ്പോൾ വലിയൊരു കോലിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. എന്ന് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.